everyone, welcome back to Crack with Jack Malayalam channel. This is Deepthi, your reasoning trainer. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും www.crackwithjack.com എന്ന വെബ്സൈറ്റ് കയറുക. അല്ലെങ്കിൽ ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളുടെ ഫോണിൽ. ഓക്കെ, ഇറ്റ്സ് എ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിലെന്താണ് ഒരുപാട് ടെസ്റ്റ് സീരീസ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, കറണ്ട് അഫെയർസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കുറേ PDF കോഴ്സസ്, വീഡിയോ കോഴ്സസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതായത് ഗ്രാൻഡ് ബണ്ടിൽ PDF കോഴ്സ് കോംബോ പ്രിലിംസ് പ്ലസ് മെയിൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ₹999 ലൈക്ക് 999 റുപ്പീസിന് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഗ്രാൻഡ് ബണ്ടിൽ PDF കോഴ്സാണ് ഇത്, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും. അതായത് നമ്മുടെ SBI PO ക്ലർക്ക്, IBPS PO ക്ലർക്ക്, IBPS RRB, അങ്ങനെ പ്രിലിംസും മെയിൻസും. ഓക്കെ, അതിൻ്റെ ഒരു PDF കോഴ്സാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ക്രാക്ക് വിത്ത് ജാക്ക് വീഡിയോ കോഴ്സാണ്. അത് ₹499 റുപ്പീസിന് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് മോക്ക് ടെസ്റ്റ് ആണ്, അത് 299. പിന്നെ ബാങ്കിങ് അവെയർനെസ്, ഓക്കെ, അത് ഓൺലി ₹99 റുപ്പീസാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ CWJ ഷുവർ ഷോട്ട് CA, ദാറ്റ് ഇസ് കറണ്ട് അഫെയർസിൻ്റെ PDF ആണ്. അതും എത്രയാണ്, ഓൺലി 99 ആണ്. പിന്നെ IBPS ക്ലർക്ക് പ്രിലിം സ്പെഷ്യൽ പാക്കേജസ് ഉണ്ട്, അത് എത്രയാണ്, ₹99 തന്നെയാണ്. പിന്നെ CWJ മെയിൻസിൻ്റെ PDF കോഴ്സ് ഉണ്ട്, നമ്മുടെ എല്ലാം ബാങ്ക് എക്സാംസിൻ്റെ മെയിൻസ് PDF കോഴ്സാണ്. അത് ഓൺലി ₹299 ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യാം, ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ വരും, നിങ്ങളുടെ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു കോഡ് യൂസ് ചെയ്യുക. സോ എന്താണ് കോഡ്? DEEPZ, DEEPZ, DEEPZ. So you will be getting 10% discount on each packages. ഓരോ പാക്കേജസിലും 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. Got it? സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞ വർഷത്തെ, അതായത് SBI ജൂനിയർ അസോസിയേറ്റ് 2020 നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിൽ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഫുൾ, അതായത് എല്ലാ പസിൽസും ചെയ്യുമ്പം എന്താണ് ടൈം പോകുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ബാക്കി ഇതിലുണ്ടായിരുന്നുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ദിവസം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് 20 സെക്കൻഡ്സ്, നിങ്ങൾക്ക് ടൈമർ ഉണ്ടെങ്കിൽ, ഫോണിൽ ടൈമർ ഉണ്ടെങ്കിൽ 20 സെക്കൻഡ്സിനുള്ളിൽ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ നോക്കുക, എക്സെപ്റ്റ് പസിൽസ്. ബാക്കിയെല്ലാം 20 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ടൈമർ ഓൺ ആക്കി വെച്ചിട്ട് ചെയ്യുക, ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട്. ഗോട്ട് ഇറ്റ്? എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻ നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇഫ് യു റിമൂവ് ഓൾ ദ വവൽസ് ഫ്രം ദിസ് സീരീസ്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ വിൽ ബി 11th ഫ്രം ദി റൈറ്റ് എൻഡ്. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു റിമൂവ് ഓൾ ദ വവൽസ് ഫ്രം ദിസ് സീരീസ്, നമ്മൾ ഈ സീരീസിന് എല്ലാ വവൽസിനെയും റിമൂവ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് എൻഡിലത്തെ 11th ലെറ്റർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 9FE ഇങ്ങനെയാണല്ലോ റൈറ്റ് എൻഡ്, ഇതാണ് റൈറ്റ് എൻഡ്. അപ്പോൾ റൈറ്റ് എൻഡിൽ നിന്ന് വവൽസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 7 ആണ് കിട്ടിയത്. പക്ഷെ അത് റൈറ്റ് ആണോ റോങ് ആണോ? ദാറ്റ് ഇസ് wrong, because if we remove all the vowels from the series, then which of the following letter will be 11th from the right end എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ടേം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ എന്നാണ് ചോദിച്ചത്. പക്ഷേ 7 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിജിറ്റാണ്, നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് വവൽസാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ എന്ത് ചെയ്യണം, നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എണ്ണുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്ററിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പം 1 2 ലെറ്റേഴ്സ് മാത്രം, 1 2 3 കണ്ടോ, 1 2 3 4, ഇത് രണ്ടും വവലാണ്, അപ്പോൾ അത് വേണ്ട. 5 6 7
8, 9, 10, 11. So what is the answer? 11th from the right end എന്ന് പറയുമ്പോൾ ഏതാ കിട്ടിയത്? R is the answer. So option number 1 is the answer. അപ്പോൾ ക്ലിയർ ആയോ? ബിക്കോസ് ഇവിടെ എന്താണ് which of the following letter will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, which of the following letter will be 11th from the right end. So നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. How many such vowels are there in the above arrangement, each of which is immediately followed by a consonant and also immediately preceded by a symbol? Just വേഗം വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ വേഗം ചെയ്തു നോക്കുക വിത്തിൻ 20 സെക്കൻഡ്സിനുള്ളിൽ. ഓക്കെ, അപ്പോൾ കിട്ടിയോ? ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഹൗ മെനി സച്ച് വവൽസ് ആർ ദർ ഇൻ ദ എബവ് അറേഞ്ച്മെന്റ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ നോക്കേണ്ടത്? ഫസ്റ്റ് വവൽസ് ആണ് നോക്കേണ്ടത്. വവൽസ്. Okay, how many such vowels are there in the above arrangement, each of which is immediately followed by a consonant and also immediately preceded by a symbol. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പം സിമ്പിൾ, വവൽ, കോൺസണന്റ് എന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്യാം? വവൽസ് മാത്രം എടുത്ത് നോക്കുക. എന്നിട്ട് വവൽസിന് മുമ്പിൽ ജസ്റ്റ് സിമ്പിൾ ഉണ്ടോ എന്ന് മാത്രം നോക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് സിമ്പിൾ മാത്രം നോക്കുക. കാരണം വവൽസ് ഇതൊന്ന് പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പാടാണെങ്കിൽ സിമ്പിൾസ് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ ഈസി ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് സിമ്പിൾ എവിടെയൊക്കെ വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സിമ്പിൾ ഉണ്ട്. സിമ്പിൾ കഴിഞ്ഞ് ഏത് വരണം? വവൽ വരണം. അപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ എവിടെയാണ് സിമ്പിൾ ഉള്ളത്? സിമ്പിൾ ഉണ്ട്. സിമ്പിൾ കഴിഞ്ഞിട്ട് പി ആണ്. വവലാണോ? അല്ല. ഇനി എവിടെയാണ് സിമ്പിൾ ഉള്ളത്? ഇവിടെ. സിമ്പിൾ കഴിഞ്ഞിട്ട് ജെ ആണ്. അപ്പോൾ വീണ്ടും അല്ല. പിന്നെ സിമ്പിൾ കഴിഞ്ഞിട്ട് 5 ആണ്. അപ്പോൾ 5 ഇസ് നോട്ട് എ വവൽ. പിന്നെ എവിടെയാണ് സിമ്പിൾ? സിമ്പിൾ കഴിഞ്ഞിട്ട് ഇ ഈസ് എ വവൽ ആണ്. പിന്നെ എന്താ വേണ്ടത്? സിമ്പിൾ, വവൽ, അത് കഴിഞ്ഞിട്ട് കോൺസണന്റ് ആണ്. കോൺസണന്റ്, എഫ് ഇസ് എ കോൺസണന്റ്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ എത്ര പെയർസ് ഉണ്ട്? എത്ര അറേഞ്ച്മെന്റ് ഇങ്ങനെയുണ്ട്? ഒരു അറേഞ്ച്മെന്റ് ഉള്ളൂ. സോ വാട്ട് ഇസ് ആൻസർ? 1. That is option number 2. 1 is the answer. Only one arrangement is there. Okay, so we can move on to the next question. What is the product of third digit of the second highest number and second digit of the second lowest number? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ ഇതിൽ ഏതാ നോക്കുക. നമ്മൾക്കറിയാം 7 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ. പിന്നെ സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 663 ആണ്. സോ തേർഡ് ഡിജിറ്റ് എന്താണ്? 663യുടെ തേർഡ് ഡിജിറ്റ് 3 ആണ്. സോ വാട്ട് ഇസ് ദ പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് തേർഡ് ഡിജിറ്റ് ഓഫ് ദ സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ദ സെക്കൻഡ് ലോവസ്റ്റ് നമ്പർ? ഇതിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ എന്താണ്? 146 ആണ്. സെക്കൻഡ് ലോവസ്റ്റ് നമ്പർ എന്താണ്? 314 ആണ്. 314ന്റെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 3 into 1. സോ 3 multiply with 1 is 3 is the answer. So option number 2, that is 3 is the answer. So next question, if you interchange first and third digit of each number, അതായത് ഓരോ നമ്പറുടെയും 146, 314, 648 ഇങ്ങനെ ഓരോ നമ്പറുടെയും ഫസ്റ്റ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് സെക്കൻഡ് ഹയസ്റ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പം ഇവിടെ നോക്കൂ, 146ൻ്റെ ഇവിടെ എന്ത് വരും? 641 എന്ന് വരും. 41 ഫസ്റ്റ് ആൻഡ് 3 ഡിജിറ്റ് അല്ലേ? 413 എന്ന് വരും. 846 എന്ന് വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ പോകും നമ്പേഴ്സ്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ തേർഡ് ഡിജിറ്റിലെ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. തേർഡ് ഡിജിറ്റിലെ ഏറ്റവും വലുത് ഏതാണ്? 648 ആണ്. അപ്പോൾ അതാണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ എന്ന് മനസ്സിലായി. കാരണം 648നെ നമ്മൾ അങ്ങനെ എഴുതുമ്പം 648നെ നമ്മൾ ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം എന്തായാലും 846 ആണ്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് നമ്പർ. പിന്നെ നോക്കുക, തേർഡ് ഡിജിറ്റിൽ പിന്നെ ഏറ്റവും വലുത് ഏതാണ്? 6 ഇതാണ് 641, 146 അല്ലേ? അപ്പോൾ ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം 641. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ. So if interchange first and third digit of each number, then which of the following numbers is the second highest? അതാണ് ചോദിച്ചത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നമ്പേഴ്സിലെ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഫസ്റ്റും തേർഡ് ഡിജിറ്റും കൂടി എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൽ സെക്കൻഡ് ഹയസ്റ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 641 വരും, ഇവിടെ 413 വരും, ഇവിടെ 846 വരും, ഇവിടെ 177 വരും, ഇവിടെ 366 വരും അല്ലേ? ഈ 3 ഇങ്ങോട്ടും ഇവിടെ 6 ഇങ്ങോട്ട് വരും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 648 ആണ്. സെക്കൻഡ് ഹയസ്റ്റ് ഏതാണ്? 641. 641ൻ്റെ ഒറിജിനൽ നമ്പർ എന്താണ്? 146 ആണ്. അപ്പോൾ 641 എന്തുണ്ടാവില്ല? ഓപ്ഷനിൽ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒറിജിനൽ നമ്പറായ 146 ആണ് ഓപ്ഷനിൽ ഉണ്ടാവുക. സോ 146 ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻഇക്വാലിറ്റീസ് നോക്കാം. ഓക്കെ,
സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കൺക്ലൂഷൻ കെ ഗ്രേറ്റർ ദാൻ ബി. നിങ്ങൾ വേഗം പോസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, കെ ഗ്രേറ്റർ ദാൻ ബി ആണ് അല്ലേ. അപ്പോൾ കെ ഇവിടെയാണ്, ഓക്കെ, കെ ഇവിടെയാണ്, ബി ഇവിടെയാണ്. അപ്പോൾ അതിനിടയിലുള്ള സിമ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുയും പിന്നെന്താണ് ഗ്രേറ്ററും ആണ്. അപ്പോൾ എന്തായാലും എന്താണ് കെ ഗ്രേറ്റർ ദാൻ ബി ഫോളോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. പക്ഷെ ഇവിടെ നോക്ക്, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണോ? അല്ല, ബി ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് വരില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല വരിക. ഇതെന്താ വരിക? ഇതിനെ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? ബി ലെസ് ദാൻ എം എന്നാണ് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് വീഡിയോസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കുക. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ. ഇനി നെക്സ്റ്റ് വൺ, എസ് ഗ്രേറ്റർ ദാൻ പി. എസ് ഗ്രേറ്റർ ദാൻ പി ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, എസ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. സോ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ആണ്. അപ്പോൾ അതിനൊരിക്കലും നമ്മൾ എന്ത് പറയില്ല, എസ് ഗ്രേറ്റർ ദാൻ പി എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ എസ് ഗ്രേറ്റർ ദാൻ പി എന്ന് പറയില്ല. സോ ഇറ്റ് ഇസ് wrong. ഇനി നെക്സ്റ്റ് വൺ, ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ എന്തുണ്ട്, ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ഉണ്ട് അല്ലേ. ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ഉണ്ട് ആൻഡ് എൽ ഇസ് ഈക്വൽ ടു എം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൽ ഇസ് ഈക്വൽ ടു എം. സോ എന്തായാലും ഒബ്വിയസ്ലി ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഫോളോസ്. സോ കൺക്ലൂഷൻ 2. അപ്പോൾ എന്താ ആൻസർ? ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കാം. എസ് ലെസ് ദാൻ യു. എസ് ലെസ് ദാൻ യു. ഇവിടെ നോക്കൂ, എസിന്റെ അടുത്തുള്ള സിമ്പിൾ എന്താണ്? ഗ്രേറ്റർ ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കി പറ്റില്ല. പിന്നെ വരുന്നത് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ആണ് അല്ലേ. പിന്നെ ഇതിൽ യു ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇതിൽ യു ആയിട്ട് കണക്ട് ചെയ്യുന്നത് എസ് ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ. എസ് ഗ്രേറ്റർ ദാൻ യു ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. പിന്നെ എച്ച് ലെസ് ദാൻ സി. എച്ച് ലെസ് ദാൻ സി. എച്ചും സിയും ആയിട്ട് എങ്ങനെയാണതാ, ഇവിടെയാണ് എച്ച്, ഇവിടെയാണ് സി. എച്ച് സി, സി ഈസ് ഈക്വൽ ടു എസ് അല്ലേ. സി ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ എച്ച്, ദാറ്റ് ഇസ് സി ഗ്രേറ്റർ ദാൻ എച്ച്, ദാറ്റ് ഇസ് എച്ച് ലെസ് ദാൻ സി ഫോളോസ്. Only conclusion 2 follows. Only conclusion 2 is true. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പി ഗ്രേറ്റർ ദാൻ എച്ച്. പി ഗ്രേറ്റർ ദാൻ എച്ച്. പി എന്ന് എച്ച് എവിടെയാണ്? ഓക്കെ, എന്തായാലും ഇല്ല, കാരണം പി ഇസ് ഈക്വൽ ടു എം ആണ്. പിന്നെ ഈ എം ആയിട്ട് കണക്ട് ചെയ്യുന്നത് എച്ച് ആയിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, പിന്നെ ബി എന്ന് പറയുന്നത് എവിടെയാണ്? ഇതിൽ എച്ച് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? പി ഇസ് ഈക്വൽ ടു എം. പിന്നെ എച്ച് കണക്ട് ചെയ്യുന്നത് എക്സും വൈയും ആണ് അല്ലേ. അപ്പം എന്തായാലും ഇത് ഫോളോ ചെയ്യില്ല. ഓക്കെ, പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു എം, അതും ഇല്ല. എക്സ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. പിന്നെ എവിടെയാ? ഇതും പറയുന്നില്ല. സോ നൈദർ കൺക്ലൂഷൻ 1 നോ 2 ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷണൽ കോഡിംഗ് ആണ്. കോഡിംഗ്, ദാറ്റ് ഇസ് ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ കോഡിംഗ് എന്ന് പറയുന്നത്. സൺ റേസ് ആർ ബ്യൂട്ടിഫുൾ, വിൻഡോ ആർ സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഡിംഗ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ കോഡ് ഫോർ ബ്യൂട്ടിഫുൾ ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജസ്? അപ്പോൾ എവിടെയാണ്? ഇവിടെ ബ്യൂട്ടിഫുൾ ഉണ്ട്, ഇവിടെ ബ്യൂട്ടിഫുൾ ഉണ്ട്, ഇവിടെ ബ്യൂട്ടിഫുൾ ഉണ്ട്. അപ്പോൾ ഈ 3 സെൻറ്റൻസ്, അതായത് ഈ സെൻറ്റൻസ് പിന്നെ ഈ സെൻറ്റൻസ് പിന്നെ ഈ സെൻറ്റൻസിൽ എവിടെയോ ആണ് കോമൺ ആയിട്ട് ഏത് കോഡാണോ ഉള്ളത് അതായിരിക്കും എന്ത് ബ്യൂട്ടിഫുൾ. കാരണം വേറെ ഒന്നും കോമൺ ആയിട്ട് വന്നിട്ടില്ല. സൺ റേസ് ആർ ഫ്ലവർ ഇൻ ദ ഗാർഡൻ സീനറി ഫ്രം വിൻഡോ, ഓൺലി ബ്യൂട്ടിഫുൾ മാത്രമാണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്? TX PT MP LR LR GK ഏതാണ്ടാ LR അല്ലേ? 3 എണ്ണത്തിലും എന്തുണ്ട്? LR ഉണ്ട്. സോ വാട്ട് ഇസ് ദ ആൻസർ? LR ഇസ് ദി ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ കോഡ് ഫോർ വിൻഡോ ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്? വിൻഡോ എവിടെയൊക്കെ ഉണ്ട്? ദ ഫസ്റ്റ് സെന്റൻസിൽ വിൻഡോ ഉണ്ട്, പിന്നെ വരുന്നത് ഇവിടെ വിൻഡോ ഉണ്ട്, പിന്നെ അവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ? വിൻഡോ ആ സൺഫ്ലവർ ബ്യൂട്ടിഫുൾ സീനറി ഫ്രം വിൻഡോ ഇല്ല. അപ്പോൾ ഇവിടെയാണ് FK TX അപ്പോൾ ഏതാണ്? FK.
കണ്ടോ? അപ്പോൾ ഏതാണ് വിൻഡോ? ആൻസർ എന്താണ്? FK. എത്ര സിമ്പിൾ ആണല്ലേ? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് FK മാത്രമല്ലേ? അപ്പോൾ FK ആണ് വിൻഡോ. ഓക്കെ, ദ കോഡ് TX സ്റ്റാൻഡ്സ് ഫോർ കോഡ് TX. ഇവിടെ TX ഉണ്ട്, പിന്നെ ഇവിടെ TX ഉണ്ട്, പിന്നെ എവിടെയെങ്കിലും TX ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് TX മാത്രമാണോ? ഇല്ല, TX ഉണ്ട്, PTയും കോമൺ ആണ്. പിന്നെ ഇവിടെ എന്തേ ഇല്ല? PT കോമൺ അല്ല. അപ്പോൾ TXും PTയും കോമൺ ആയിട്ടില്ല. സൺറൈസ് ആർ ബ്യൂട്ടിഫുൾ. അപ്പോൾ R കോമൺ ആണ്. സണ്ണും കോമൺ ആണ് അല്ലേ? അപ്പോൾ സണ്ണും ആറും കോമൺ ആണ്. ഇതിൽ TXും PTയും ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. പക്ഷെ ഇതിൽ സണ്ണാണ് TX എന്നോ അല്ലെങ്കിൽ ആറാണ് TX എന്നോ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? സണ്ണും ആറും, ദാറ്റ് ഇസ് ഐദർ ഇത് ബിയും ഇത് സി ആണെങ്കിൽ ഐദർ B or C. ദാറ്റ് ഇസ് ഓപ്ഷൻ നമ്പർ 5 ഇസ് ദി ആൻസർ. Okay, if in the given word gracious, in the given word gracious, all the vowels are changed to their succeeding letter. Succeeding letter എന്ന് പറഞ്ഞാൽ vowels അതിൻ്റെ തൊട്ട് ശേഷമുള്ള ലെറ്റർ. ഓക്കെ, ആൻഡ് ഓൾ ദ കോൺസണൻസ് ആർ ചേഞ്ച് ടു ദിയർ പ്രിസീഡിംഗ് ലെറ്റർ. പ്രിസീഡിംഗ് ലെറ്റർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപത്തെ ലെറ്ററിൽ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ആൽഫബറ്റിക് സീരീസ്, then how many letters are repeated in the word thus formed? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വേർഡ് ഫോം ചെയ്യില്ലേ, അതിൽ എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. G എന്ന് പറയുന്നത് എന്താണ്? G എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. അപ്പോൾ കോൺസണന്റിന്റെ കേസിൽ എന്താണ്? കോൺസണൻസ് ആർ ചേഞ്ച് ടു ദിയർ പ്രിസീഡിംഗ് ലെറ്റർ. അപ്പോൾ ജിയുടെ പ്രിസീഡിംഗ് ലെറ്റർ എന്താണ്? F ആണ്. ആറിൻ്റെ പ്രിസീഡിംഗ് ലെറ്റർ Q ആണ്. പിന്നെ ഇതൊക്കെയല്ലേ കോൺസണന്റ്? B. പിന്നെ ഏതാണ്? S. ആറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? കോൺസണന്റിൻ്റെ പ്രിസീഡിംഗ് ലെറ്റർ ആണ്. കോൺസണന്റിൻ്റെ പ്രിസീഡിംഗ് ലെറ്റർ. പിന്നെ വവൽസിൻ്റെ സക്സീഡിംഗ് ലെറ്റർ, അതായത് A കഴിഞ്ഞാൽ +1, വവൽ +1ഉം കോൺസണന്റ് -1 എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം വവലിൻ്റെ സക്സീഡിംഗ് ലെറ്റർ എന്താണ്? B ആണ്. A കഴിഞ്ഞാൽ B ആണ്, I കഴിഞ്ഞാൽ J ആണ്, O കഴിഞ്ഞാൽ P ആണ്, U കഴിഞ്ഞാൽ V ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പം എത്ര ഹൗ മെനി ലെറ്റേഴ്സ് ആർ റിപ്പീറ്റഡ്? എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു B എന്ന് പറയുന്ന ലെറ്റർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. F, Q, B റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. J, P, V, R. അപ്പോൾ ഏതാണ്? B മാത്രമാണ് റിപ്പീറ്റ് ചെയ്തത്. സോ ഹൗ മെനി ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 അല്ല 1 എന്നാണ് പറയുക കേട്ടോ. ഒരു ലെറ്റർ അല്ലേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. B എന്ന് പറയുന്ന ലെറ്റർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്തത്. സോ 1 ഇസ് ദി ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ആസ് പെർ SBI എക്സാംസ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ റാങ്കിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, റാങ്കിങ് അല്ലേ ഇത്, റാങ്കിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് SBI ജൂനിയർ അസോസിയേറ്റ് എക്സാംസിന്. ഓക്കെ, എല്ലാ പ്രാവശ്യം വരുന്നതാണ്. 8 persons are buying some products one after another, but not necessarily in the same order. At most 2 persons are buying products before F. ഓൺലി പിന്നെ എന്താണ്? പിന്നെ ഫുൾ കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇതാണ് മെയിൻ ഫസ്റ്റ് തിങ്. ഇതാണ് ഓക്കെ, ഇതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം എന്ന് പറയുന്നത്. അറ്റ്മോസ്റ്റ് 2 persons ആർ ബൈയിങ് പ്രോഡക്ട്സ് ബിഫോർ F എന്നാണ്. അപ്പോൾ നമ്മൾക്കറിയാം റാങ്കിങ്ങിൽ എപ്പോഴും ഇവിടെയാണ് ഏറ്റവും വലിയ വാല്യൂ നമ്മൾ കൊടുക്കുക അല്ലേ, ഇത് ഇങ്ങനെ. അപ്പോൾ എത്ര പേഴ്സൺസ് ഉണ്ട്? 8 persons ആണ്. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ റാങ്കിങ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ഇങ്ങനെ ഒന്നെങ്കിൽ വലുത് അല്ലെങ്കിൽ ആദ്യം ഡൺ ചെയ്ത കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഏറ്റവും സ്മോളോ ഇവിടെ കൊടുക്കുക. ഇവിടെ ഏറ്റവും ഹയർ. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓരോ 8 ആൾക്കാർ കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങിയതാണ്. ഓക്കെ, അപ്പം ഇതിൽ ആദ്യം ആര് വാങ്ങി, ഫസ്റ്റ് ആദ്യം ആര് വാങ്ങി എന്നുള്ളത്, അതാണ് ഗ്രേറ്റർ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പൊതുവെ എന്താണ് ഇങ്ങനെ റാങ്കിങ് എന്ന് പറയുമ്പം ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ പൊതുവെ ബിനെക്കാളും വലുത് സിനെക്കാളും ചെറുത് ഡി അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയത് എപ്പോഴും ഇവിടെ കൊടുക്കുക, ഗ്രേറ്ററിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ അറ്റ്മോസ്റ്റ് 2 persons ആർ ബൈയിങ് പ്രോഡക്റ്റ് ബിഫോർ F. അപ്പോൾ എഫിന് മുൻപ് അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്നാണ് അർത്ഥം. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ
മാക്സിമം ആണ്. അപ്പം മാക്സിമം എത്ര വേണം? മാക്സിമം 2 ആൾക്കാർ എഫിന് മുമ്പ് എന്ത് വേണം? ബൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അറ്റ് മോസ്റ്റ് 2 persons ആർ ബൈയിങ് പ്രോഡക്ട്സ് ബിഫോർ എഫ്. അപ്പം മാക്സിമം ആണിത്. അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പാടില്ല? കുറയാനും പാടില്ല, കൂടാനും പാടില്ല, മാക്സിമം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡ്. ഓക്കെ, സോ 1 2 എഫിന് മുമ്പ് എത്ര പേരാണ്? 1 2. ഓക്കെ, ഓൺലി 1 person ഈസ് ബൈയിങ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. ഓക്കെ, ഓൺലി 1 person ഈസ് ബൈയിങ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. അങ്ങനെയാണെങ്കിൽ എവിടേക്ക് ഡി വരാൻ ചാൻസ് ഉണ്ട്? 1 person ആണ് ഡിക്കും എഫിനും ബിറ്റ്വീൻ. അപ്പം ഇവിടെ ഡി വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ 1 2 3 4 5 6 7 8. അപ്പോൾ ഇതേപോലെ തന്നെ എഫ് തന്നെ, പക്ഷെ അറ്റ്മോസ്റ്റ് 1 അല്ലേ? സോറി, ഓൺലി 1 person ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. അപ്പോൾ ഇത് രണ്ട് കേസാണ്. ഓക്കെ, പിന്നെന്താണ്? സി ഈസ് ബൈയിങ് ജസ്റ്റ് ബിഫോർ എച്ച് ആണ്. ഓൺലി 1 person ഈസ് ബൈയിങ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഇനി സിയുടെയും ഡിൻ്റെയും ഇടയിൽ എത്ര ആളാണ്? 1 person ആണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തായാലും സി പ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ സി ഇല്ല, ബിക്കോസ് ഇവിടെ എഫ് ആണ്. അപ്പോൾ എന്താണ്? ഡിയും സിയും തമ്മിൽ എത്ര ആൾ? ഒരാൾ. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ ഇവിടെ ആണെങ്കിലോ ഡിയും സിയും നമുക്ക് ഇവിടെ വരയ്ക്കാനേ പറ്റില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. കാരണം ഡിയുടെയും എഫിൻ്റെയും ഇടയിലാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നുമില്ലല്ലോ, ഇതല്ല അറ്റ്മോസ്റ്റ് 2 persons അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ, സി ഈസ് ബൈയിങ് ജസ്റ്റ് ബിഫോർ എച്ച് എന്നാണ്. അപ്പോൾ എച്ചിൻ്റെ തൊട്ട് മുന്നിലാണ് ആര് ബൈ ചെയ്തിരിക്കുന്നത്? സി ബൈ ചെയ്യുന്നത് ജസ്റ്റ് ബിഫോർ എച്ച്. കണ്ടോ? എച്ചിൻ്റെ തൊട്ട് മുന്നാണ് സി. ഓക്കെ, ദെൻ 1 person ഈസ് ബൈയിങ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. അത് നമ്മൾ വായിച്ചു. ആൻഡ് എ ഈസ് ബൈയിങ് ബിഫോർ only 1 person between D and F. C is buying just before H. Only 1 person between C and D. A is buying just before E. A is buying just before E എന്നാണ്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ബിഫോർ ഇ ആയതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ എ ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഇ അല്ലേ? അപ്പോൾ എ ഈസ് ബൈയിങ് ജസ്റ്റ് ബിഫോർ ഇ. ഇയുടെ തൊട്ട് മുന്നേ ആരാണ്? എ ആണ് ബൈ ചെയ്തത്. പക്ഷെ ബി ഈസ് ബൈയിങ് ബിഫോർ ജി. ജസ്റ്റ് ബിഫോർ എന്നല്ല, ബിഫോർ ജി ആൻഡ് ആഫ്റ്റർ ഇ എന്നാണ്. അപ്പം ഇക്ക് ശേഷമാണ് ആര്? ബി, പക്ഷെ ജിക്ക് മുന്നുമാണ്. അപ്പം എങ്ങനെ വരും? എഫ് കഴിഞ്ഞിട്ട് ബി ഈസ് ബൈയിങ് ബിഫോർ ജി. ജസ്റ്റ് ബിഫോർ എന്നല്ല, ബിഫോർ ജി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ജി ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ബി ഈസ് ബൈയിങ് ബിഫോർ ജി ആൻഡ് ആഫ്റ്റർ ഇ. അപ്പോൾ ഇക്ക് ശേഷമാണ് ബി, അതേപോലെ ജിക്ക് മുന്നുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. എ ഇ എഫ് ബി ഡി ജി സി എച്ച് ഇസ് ദി ആൻസർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി എന്താണ്? ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ പസിൽസ് ചെയ്യുകയാണെങ്കിൽ പിന്നെന്താണ്? ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ബൈയിങ് ജസ്റ്റ് ആഫ്റ്റർ ജി? ആരാണ്? സി ആണ്. സോ ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. So next one, if all the persons are arranged in alphabetical order from left to right starting from A, then how many persons remain at the same position excluding A എന്നാണ്. excluding A. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യുക. ദാറ്റ് ഇസ് എ ബി സി ഡി ഇ എഫ്, പിന്നെ ജി ഉണ്ട്, പിന്നെ എച്ച് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? ആൽഫബറ്റിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യാം. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുക? ഏതൊക്കെയാണ് സെയിം പൊസിഷനിൽ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ എക്സ്ക്ലൂഡിങ് എ ഇങ്ങനെ കറക്റ്റ് വരുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ കൂട്ടാൻ പാടില്ല. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. കണ്ടോ? എക്സ്ക്ലൂഡിങ് എ, ഇഫ് ഓൾ ദ പേഴ്സൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം എ, ദെൻ ഹൗ മെനി പേഴ്സൺസ് റിമെയിൻസ് അറ്റ് ദ സെയിം പൊസിഷൻ എക്സ്ക്ലൂഡിങ് എ. അപ്പോൾ ഏതൊക്കെയാണ്? ഇതുണ്ടോ? ഇല്ല. ഇതുണ്ടോ? ഇല്ല. പിന്നെ ഏത് മാത്രമാണുള്ളത്? എച്ച് മാത്രമാണ് ഉള്ളത് അല്ലേ?
എന്താ പറ്റിയത്? എച്ച് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹൗ മെനി ക്വസ്റ്റ്യൻ എന്താണ്? 1. ഓക്കെ, പിന്നെന്താ? How many persons how many persons are buying their products after D? How many persons are buying their products after D? D ക്ക് ശേഷം എത്ര persons വാങ്ങിച്ചിട്ടുണ്ട്? 1, 2, 3. D ക്ക് ശേഷം G, C, H. അപ്പോൾ എന്താ ആൻസർ? 3. 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ഇതിൽ? ഇല്ല. None, 2, more than 3, 1. So none of this is the answer. So next one. How many such pairs of letters are there in the word perfect? Okay, how many such pairs of letters? അപ്പോൾ നമുക്ക് അറിയില്ലേ, as many letters between them in the word as they have in the English alphabet from both forward and backward direction. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ എല്ലാം ഞാൻ ഇതിൻ്റെ ഓൾറെഡി കവേർഡ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒട്ടും അറിയാത്തവർ ആ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കാണും? പി ഇതാ ഇതൊരു പെയറാണ് 1 അല്ലേ? പി ക്യു ആർ. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ടി യു ഇതാ. പിന്നെ ഒന്ന് ബാക്ക്വേർഡ് ഡിറക്ഷനിൽ, ഒന്ന് ഫോർവേഡ് ഡിറക്ഷനിൽ പി ക്യു ആർ. പിന്നെ ഒന്ന് എന്താണ്? ഇ. പിന്നെ എഫ് ആണ്. ഇത് 2 അല്ലേ? പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എത്രയാണ്? 2 ഈസ് ദി ആൻസർ. ഓക്കെ, ഇതിൻ്റെ ബേസിക് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, പി ഇപ്പോൾ ഇത് പി ആണല്ലോ, പി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആൽഫബറ്റിക് സീക്വൻസിൽ നിങ്ങളുടെ ആ ഒരു സീരീസിൽ നിങ്ങൾ പറഞ്ഞു നോക്കുക. പി കഴിഞ്ഞ് ക്യു ആർ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതൊരു പെയറാണ്. പിന്നെ ആർ കഴിഞ്ഞ് എസ്, പി ക്യു ആർ എസ് ടി യു വി. പിന്നെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇ കഴിഞ്ഞ് എഫ് ജി എച്ച് അങ്ങനെ പറഞ്ഞു നോക്കുക. ഓക്കെ, പിന്നെ അതേപോലെ ബാക്ക്വേർഡിലും നമ്മൾ പോകണം. അതായത് ടിയിൽ നിന്ന് ഇങ്ങനെ പോകണം, സിയിൽ നിന്ന് ഇങ്ങനെ പോകണം, ഇന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ എഫ് എന്ന് കിട്ടിയത്. ഓക്കെ ഓക്കെ, ഇനി എന്താണ്? സിലോജിസം ആണ്. ഓൾ ബ്യൂട്ടി ആർ ടോൾ. ഓൾ ബ്യൂട്ടി ആർ ടോൾ. ഓൺലി ഫ്യൂ ബ്യൂട്ടി ആർ ബീസ്റ്റ്. ഓൺലി ഫ്യൂ ബ്യൂട്ടി ആർ ബീസ്റ്റ്. സം ബീസ്റ്റ് ആർ ഷോർട്ട്. ഓക്കെ, അപ്പോൾ ഓൺലി ഫ്യൂ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? ഇപ്പോൾ ഇത് ഡയഗ്രാം കറക്റ്റ് അല്ലേ? ഓൾ ബ്യൂട്ടി ആർ ടോൾ, ഓൺലി ഫ്യൂ ബ്യൂട്ടി ആർ ബീസ്റ്റ്. അപ്പോൾ ഈ ഡയഗ്രാം, ഈ ലൈൻ എന്താണ്? സം ബ്യൂട്ടി ആർ ബീസ്റ്റ്. ഇത് കണ്ടോ? സം ബ്യൂട്ടി ആർ ബീസ്റ്റ് ആണ്. പക്ഷേ ഇതെന്താണ്? സം ബ്യൂട്ടി ആർ നോട്ട് ബീസ്റ്റ് ആണ്. അങ്ങനെയാണ് ഓൺലി ഫ്യൂ കേസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് കൺക്ലൂഷൻ ഇസ് സം ടോൾ ആർ ഷോർട്ട്. സം ടോൾ ആർ ഷോർട്ട് ആണോ? അല്ല, രണ്ടും എന്താണ്? അൺനോൺ റിലേഷൻ ആണ്. ടോൾ ഇവിടെയാണ്, ഷോർട്ട് ഇവിടെയാണ്. സോ രണ്ട് അൺനോൺ റിലേഷൻസിൽ സം ടോൾ ആർ ഷോർട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ്? അല്ല, സോറി, അൺനോൺ റിലേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് പോസിബിലിറ്റി അല്ല. സം ടോൾ ആർ ഷോർട്ട് അൺനോൺ റിലേഷൻസ് എന്ത് ചെയ്യില്ല? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ എന്താണ്? ഫോൾസ് ആണ്. സം ടോൾ ആർ ഷോർട്ട് മീൻസ് ഇറ്റ് ഇസ് ഫോൾസ്. കാരണം എന്ത് ചെയ്യുന്നില്ല? സം ടോൾ ആർ ഷോർട്ട് അല്ല, ഇവിടെ എവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല അല്ലേ? ഇനിയിപ്പോൾ അതൊരു പോസിബിലിറ്റി പറയുകയാണെങ്കിൽ എന്താണ്? സം ടോൾ ആർ ഷോർട്ട് ബീയിങ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. കാരണം പോസിബിൾ ആണ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഷോർട്ടിനെ ഇവിടെ വരയ്ക്കാം. ഒന്നുകിൽ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചിന്തിക്കാം? രണ്ട് അൺനോൺ റിലേഷൻസ് ആണ് ഇവർ തമ്മിൽ. നോ റിലേഷൻ അല്ല, അൺനോൺ റിലേഷൻസ് ആണ്. അപ്പോൾ എപ്പോഴും അൺനോൺ റിലേഷൻസിൽ പോസിബിലിറ്റി കേസ് ഫോളോ ചെയ്യും. ഗോട്ട് ഇറ്റ്? പക്ഷേ ഇവിടെ എന്താണ് ചോദിച്ചത്? സം, ഇവിടെ ഡെഫിനറ്റ് ആയിട്ടാണ് പറയുന്നത് സം ടോൾ ആർ ഷോർട്ട് എന്ന്. പക്ഷേ അല്ല. ഓക്കെ, ഓൾ ഷോർട്ട് ബീയിങ് ടോൾ ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ എവിടെ? ഓൾ ഷോർട്ട് ബീയിങ് ടോൾ ഇസ് എ പോസിബിലിറ്റി. യെസ്, എന്തായാലും ആണ്. കാരണം എന്താണ്? ട്രൂ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോളും ഷോർട്ട് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് അൺനോൺ റിലേഷൻസ് ആണ്. അപ്പോൾ അൺനോൺ റിലേഷൻസിൽ പോസിബിലിറ്റി കേസസ് എന്താണ്? ഫോളോ ചെയ്യും. പക്ഷെ അതേപോലെ ആ ഓൺലി ഫ്യൂ കേസിന് എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ കണ്ടീഷൻസിന് സാറ്റിസ്ഫൈ ചെയ്യാതെ ഇരിക്കുന്നുമില്ല. അപ്പോൾ ആ കണ്ടീഷൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമില്ല. ആ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺലി ഫ്യൂ കേസിൻ്റെ. എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പറയുന്നുമില്ല. പക്ഷെ എന്താണ്? ഓൾ ഷോർട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ടോൾ എന്ന് പറയുന്ന സർക്കിൾ വേണമെങ്കിൽ വലുതാക്കുകയാണ്. ഈ ടോളിന് അതൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ഷോർട്ട് എന്ത് ചെയ്യും? ഈ ടോളിൻ്റെ ഉള്ളിൽ പോവുകയും ചെയ്യും. ഓക്കെ,
അപ്പോൾ എന്താണ് ഇത് ഈ ബാക്കി സ്റ്റേറ്റ്മെന്റ്സിനൊന്നും മാറ്റം വരില്ല. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് രണ്ട് അൺനോൺ റിലേഷൻസ് ആണ്. രണ്ട് അൺനോൺ റിലേഷൻസിൽ എന്താണ് പോസിബിലിറ്റി കേസ് എപ്പോഴും ട്രൂ ആയിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ ടോൾ എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിൽ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് മാറ്റം വരുത്താതെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇവിടെ മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് സം ബ്യൂട്ടി ബീസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓൺലി ഫ്യൂ ബ്യൂട്ടി ആർ ബീസ്റ്റ് ആയി, സം ബ്യൂട്ടി ടോൾ ആയി, പിന്നെന്താണ് സം ബീസ്റ്റ് ആർ ഷോർട്ട് ആയി. പക്ഷേ സ്റ്റേറ്റ്മെന്റ്സിന് മാറ്റമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം, ഓൾ ഷോർട്ട് ടോൾ ആണെന്നുള്ളൊരു പോസിബിൾ ഡയഗ്രാം നമുക്കിങ്ങനെ വരയ്ക്കാനും പറ്റും. സോ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, all cover are back and some back are desk and all screen are desk. അപ്പോൾ ഇവിടെയാണ് സ്ക്രീൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഓൾ കവർ ബീയിങ് ഡെസ്ക് ഇസ് എ പോസിബിലിറ്റി. കവർ എവിടെയാണ്? ഇതാണ് കവർ. പിന്നെ ഡെസ്ക് ഏതാണ്? ഇതാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് റിലേഷൻ ആണുള്ളത്? അൺനോൺ റിലേഷൻസ് ആണ്. കാരണം അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. കവറും ഡെസ്കും തമ്മിൽ അൺനോൺ റിലേഷൻസ് ആണ് അല്ലേ? നോ റിലേഷൻ ആണോ? ഇല്ല. നോ റിലേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്, ഇത് തമ്മിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് കൊടുത്താൽ മാത്രമാണ് നോ റിലേഷൻ വരുള്ളൂ. പക്ഷെ അങ്ങനെ നോ റിലേഷനും അല്ല. അപ്പം എന്താ, ഇത് അൺനോൺ റിലേഷൻ ആണ്. ഓക്കെ, സോ അപ്പം ഈ കവറും ഈ ഡെസ്ക് എന്ന് പറയുന്നത് രണ്ട് അൺനോൺ റിലേഷൻ ആണ്. സോ എന്താണ്, രണ്ട് അൺനോൺ റിലേഷനിൽ എപ്പോഴും പോസിബിലിറ്റി കേസ് എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. സോ ഓൾ കവർ ബീയിങ് ഡെസ്ക് ഇസ് എ പോസിബിലിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, all desk are screen. all desk are screen ആണോ? അല്ല, ബിക്കോസ് all screen are desk ആണ് അല്ലേ? അപ്പോൾ all desk are screen പോസിബിലിറ്റി ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതെന്താണ്, all desk are screen എന്ന് അവർ ഡെഫിനറ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഓൺലി ഫ്യൂ ഫ്ലവേഴ്സ് ആർ സ്റ്റെംസ്. ഓൺലി ഫ്യൂ എന്ന് പറയുമ്പം എന്ത് ചെയ്യണം, സം ഫ്ലവേഴ്സ് ആർ നോട്ട് സ്റ്റെംസ് എന്നും വരും. ഓക്കെ, ഓൾ സ്റ്റെംസ് ആർ ബ്രാഞ്ചസ്. ഓൾ സ്റ്റെംസ് ആർ ബ്രാഞ്ചസ്. ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഓൺലി ഫ്യൂ ഫ്ലവേഴ്സ് ആർ സ്റ്റെംസ്. ഓക്കെ, അപ്പോൾ എന്താണ്, സം ഫ്ലവേഴ്സ് ആർ നോട്ട് stems. Some flowers are not stems. All stems are branches. All stems are branches. Okay, അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? ഓൺലി ഫ്യൂ ഫ്ലവേഴ്സ് ആർ സ്റ്റെംസ്, ഓൾ സ്റ്റെംസ് ആർ ബ്രാഞ്ചസ്. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ? ഓൾ ഫ്ലവേഴ്സ് ക്യാൻ ബി ബ്രാഞ്ചസ്. ക്യാൻ ബി എന്ന് പറയുന്നത് എന്താണ്, പോസിബിലിറ്റി ആണ്. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ടല്ല പറയുന്നത്. സോ ഓൾ ഫ്ലവേഴ്സ് ക്യാൻ ബി ബ്രാഞ്ചസ്. അങ്ങനെ ആവാൻ പറ്റുമോ? ഓൾ ഫ്ലവേഴ്സും ബ്രാഞ്ചസും എന്താണ്, സം അല്ലേ, സം റിലേഷൻ ആണ്. സം ഫ്ലവേഴ്സ് ആർ ബ്രാഞ്ചസ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഫ്ലവേഴ്സ് ആർ ബ്രാഞ്ചസ് എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിനൊന്നും ബാധിക്കാനും പാടില്ല. അപ്പോൾ അതെന്താ ചെയ്യുക, നമ്മൾക്കറിയാം ഓൺലി ഫ്യൂ കേസിൽ ഓൺലി ഫ്യൂ ഫ്ലവേഴ്സ് ആർ സ്റ്റെംസിൻ്റെ മീനിങ് എന്താണ്, ഓൾ സ്റ്റെംസ് ആർ ഫ്ലവേഴ്സ് ആണ്. ഓൾ സ്റ്റെംസ് ആർ ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ഓൺലി ഫ്യൂവിന് നമ്മൾക്ക് ഓൾ സ്റ്റെംസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെംസ് ഓൾ സ്റ്റെംസ് ആർ ബ്രാഞ്ചസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ചസ് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പോസിബിൾ ഡയഗ്രം ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. ഓൾ ഇതാ, ഇപ്പം എന്തായി, ഓൾ ഫ്ലവേഴ്സ് ഇപ്പം എന്തിൻ്റെ ഉള്ളിലായി, ബ്രാഞ്ചസിൻ്റെ ഉള്ളിലായി. അപ്പം ഇങ്ങനെ ഒരു പോസിബിൾ ഡയഗ്രാം എന്താണ്, പോസിബിൾ ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫ്ലവേഴ്സും ഓൾ ഫ്ലവേഴ്സ് ക്യാൻ ബി ബ്രാഞ്ചസ്. നമ്മൾക്ക് ഈ ബ്രാഞ്ചസിൻ്റെ, അതായത് ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചസിൻ്റെ ഈ ഒരു സർക്കിൾ നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. പക്ഷേ ഈ ഓൺലി കണ്ടീഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മാറാനും പാടില്ല. മനസ്സിലായോ? ഓൺലി ഫ്യൂ ഫ്ലവേഴ്സ് ആർ സ്റ്റെംസ് തന്നെ ഓൾ സ്റ്റെംസ് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലേ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ ഓൾ ഫ്ലവേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റെംസിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പാടില്ല. ഈ ഫ്ലവേഴ്സ് ഒരിക്കലും സ്റ്റെംസിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഈ ബ്രാഞ്ചസിൻ്റെ സർക്കിൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് മനസ്സിലാലോചിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ. ഓക്കെ, സോ കൺക്ലൂഷൻ 1
follows. Next one, some flowers are not stems. നമ്മൾക്കറിയാം ഇവിടെ നോക്കൂ, some flowers എന്താണ്, ഇതാണ് some flowers are stems ആണ്. പക്ഷെ അതേപോലെ തന്നെ some flowers are not stems ആണ്. ബിക്കോസ് എന്താ കാരണം, only a few case ആയതുകൊണ്ട് some flowers are stems ആണ്. അതേപോലെ തന്നെ some flowers, കാരണം നമ്മൾക്കറിയാം എന്താ കാരണം, ഓൺലി ഫ്യൂ കേസിൽ എന്താണ് ഓൺലി ഫ്യൂ എന്ന് പറയുമ്പം സമ്മും സം നോട്ടും ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് ആണ് എന്ത്, ഓൺലി എ ഫ്യൂ എന്ന് പറയുന്നത്. സോ ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറയുന്നത് സം എ ആർ ബിയും ഫോളോ ചെയ്യും, സം എ ആർ നോട്ട് ബിയും ഫോളോ ചെയ്യും. അപ്പോൾ അതാണ് ഓൺലി എ ഫ്യൂ കേസ്. ഓക്കെ, അപ്പോൾ എന്താണ്, സം ഫ്ലവേഴ്സ് ആർ സ്റ്റെംസ് ആണ്. ഓക്കെ, ഇതുമാണ്. അതേപോലെ സം ഫ്ലവേഴ്സ് ആർ നോട്ട് സ്റ്റെംസ്. ഇത് കണ്ടില്ലേ, ഇത് സം ഫ്ലവേഴ്സ് ആണ് വിച്ച് ആർ നോട്ട് സ്റ്റെംസ്. അപ്പോൾ ഇതും എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. സോ ബോത്ത് കൺക്ലൂഷൻ ഫോളോസ്, ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പസിലാണ്. പസിൽ എന്ന് ഉദ്ദേശിച്ചത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. നമുക്ക് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അറിയാം, ട്രയാങ്കുലർ അങ്ങനത്തെ അറിയില്ല. അപ്പോൾ അതേപോലെ ഒരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇത് ഇനിയും ഉണ്ട്, ഒരു 3-4 പസിൽസും കൂടി ഉണ്ട്. അതെന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ടൈമും എന്താവും കൂടുതലായപ്പം ലെങ്തി വീഡിയോ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തത്. ഓക്കെ, ഇനി എ സർട്ടൻ നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റ് ഇൻ എ റോ ഫേസിങ് ടു ദി നോർത്ത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നോർത്തിലാണ് ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എ സർട്ടൻ നമ്പർ ഓഫ് പേഴ്സൺസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എത്ര ആൾക്കാരെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാവരും എന്താണ്, നോർത്തിലാണ് ഫേസ് ചെയ്യുന്നത്. എല്ലാവരും നോർത്തിലാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ 2 കണ്ടീഷൻ നമുക്ക് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. ഓക്കെ, 2 ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് വരച്ച് വെച്ചോളൂ. ഓക്കെ, സർട്ടൻ നമ്പർ ഓഫ് പേഴ്സൺസ്, എത്ര പേഴ്സൺസ് ആണ് നമുക്കറിയില്ല. ഈ സിറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ സിറ്റ് തേർഡ് റൈറ്റ് ഓഫ് ബി ആൻഡ് വൺ ഓഫ് ദം സിറ്റ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അതായത് ഇയും ബിയും ഇതിൽ ഏതെങ്കിലും ഒരാൾ ഒരു എക്സ്ട്രീം എൻഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾക്കിവിടെ നോക്കാം, ഈ സിറ്റ് തേർഡ് റൈറ്റ് ഓഫ് ബി എന്നാണ്. അപ്പോൾ എല്ലാവരും നോർത്തിലാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ബി ഇതാണെങ്കിൽ ഇതാണ് എൻഡ് എന്ന് വെച്ചോ, എക്സ്ട്രീം എൻഡ്. അപ്പോൾ ഒരു എക്സ്ട്രീം എൻഡിൽ ബി ആണ് ഇരിക്കുന്നതെന്ന് വെച്ചോ, കാരണം വൺ ഓഫ് ദം സിറ്റ് അറ്റ് വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ അല്ലേ. ബിയോ ഇയോ ഇതിൽ ഏതോ ഒരാൾ എന്താണ്, എക്സ്ട്രീം എൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബിയുടെ സെക്കൻഡ് റൈറ്റിലാണ്, ഈ സിറ്റ് തേർഡ് റൈറ്റിലാണ്, ഈ സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ദ ബി. ബിയുടെ തേർഡ് റൈറ്റ് എവിടെയാണ്, 1 2 3. ഇതാരാണ്, ഇ. ഓക്കെ, ഇപ്പോൾ ബിയുടെ തേർഡ് റൈറ്റ്, ഇത് റൈറ്റ് അല്ലേ, 1 2 3. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാം, നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് ഇവിടെ ബി പറ്റുമോ, ഇല്ല. നമ്മൾക്കിവിടെ ഇ ഇട്ട് നോക്കാം. ഇ ആണെങ്കിൽ 1 2 3 ബി. അപ്പോൾ എന്താണ്, ബിയുടെ വീണ്ടും തേർഡ് റൈറ്റിൽ 1 2 3. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രീം എൻഡിലും, പിന്നെ എന്താണ് ഇവിടെ ഒരിക്കലും ബി എക്സ്ട്രീം എൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബിയുടെ ലെഫ്റ്റ് ഭാഗം മാത്രമല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ബിയുടെ റൈറ്റ്, ബി എൻഡ് ആണെങ്കിൽ പിന്നെ ബിയുടെ റൈറ്റിൽ നമുക്ക് ഇനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇനെ നമ്മൾക്ക് ഇവിടെ എൻഡ് പൊസിഷനിൽ ഇനെ പ്ലേസ് ചെയ്ത് നോക്കാം. കാരണം വൺ ഓഫ് ദം സിറ്റ് അറ്റ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ റോ എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ബിയുടെ 1 2 3 തേർഡ് റൈറ്റിൽ ഇ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ് നമുക്കറിയില്ല, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും എത്രയാണെന്ന് അറിയില്ല. പക്ഷേ ഇതെന്താണ്, ഫിക്സ്ഡ് ആണ്. ഇത് രണ്ടും ഫിക്സ്ഡ് ആണ്. one person sit between E and C. അപ്പം ഇൻ്റെയും സിൻ്റെയും നടുവിൽ എത്ര ആൾക്കാരുണ്ട്, ഒരു പേഴ്സൺ ആണ്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇ ആണ്, പിന്നെ ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ സി കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ആരുമില്ല, ഇത് എൻഡാണ്. അപ്പോൾ ബിയും സിയും ഇവിടെ നമ്മൾക്ക് സി കൊടുക്കാം. അപ്പോൾ ഇയും സിയും തമ്മിൽ എത്ര ആളാണ്, 1 പേഴ്സൺ ആണ്. പക്ഷേ ഇവിടെ ഇനിയും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കേസും കൂടി ഉണ്ട്. അതായത്
ഓക്കെ, അപ്പം ഇതെന്താണ് ബി 1 2 3 ഇ ആണ്. ഓക്കെ, ഇയും സിയും തമ്മിൽ നെക്സ്റ്റ് കേസ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സി ഇവിടെ പ്ലേസ് ചെയ്തു, സി നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു, ഇയും സിയും തമ്മിൽ ഒരാൾ. അതേപോലെ ബിയുടെ തേർഡ് 1 2 3 തേർഡ് റൈറ്റിൽ ഇ ഉണ്ട്. ഇൻ്റെ ഈ സൈഡിലും എന്താവാം, സി ആവാലോ. അപ്പോൾ നമ്മൾക്ക് 3 കേസാണ്. ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്, ഇത് തേർഡ് കേസാണ്. 3 persons സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് എ. ഇനി ഇയും എയും തമ്മിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്? ഇൻ്റെയും എൻ്റെയും നടുവിൽ 3 ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഇ 1 2 3. അപ്പോൾ ഇങ്ങോട്ട് എന്തായാലും വരില്ല. അപ്പോൾ ഇവിടെ എത്ര വരും? 1 2 3. അപ്പോൾ ഇതാണ് എ. ഓക്കെ, ഇയും എയും തമ്മിൽ 3 ആൾക്കാർ. അപ്പോൾ ഇവിടെയാണെങ്കിൽ 1 2 3. അപ്പോൾ ഇവിടെയാണ് എ. ഓക്കെ, എല്ലാം നോർത്ത് ഫേസിംഗ് ആണ്. 3 persons സിറ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് എ. ഇനി ഇവിടെയാണെങ്കിൽ 1 2 3 ഇവിടെ വരില്ല, 1 2 ഇവിടെ വരും. ഓക്കെ, 1 2 3. ഓക്കെ, ഇതാണ് ഇ 1 2 3. ഇനി നെക്സ്റ്റ് വൺ, ടി സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് എ. ടി സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് എ. എയുടെ സെക്കൻഡ് റൈറ്റ് എന്ന് പറയുമ്പം ഇവിടെ എത്ര വരും? 1 2. ഇതാണ് ടി. എയുടെ സെക്കൻഡ് റൈറ്റ്, റൈറ്റ് അല്ലേ ഇത്? എയുടെ സെക്കൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ 1 2. ആരാണ്? ടി ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ 1 2. ഈ എയുടെ സെക്കൻഡ് റൈറ്റ്, ഈ എയുടെ സെക്കൻഡ് റൈറ്റ് ആരാണ്? സി ആണ് അല്ലേ? അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് വരില്ല, ഇത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ എയുടെ സെക്കൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ 1 2 ടി. ഓക്കെ, 4 persons sit between T and G who is not an immediate neighbor of G, E. അപ്പോൾ ജി ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇയുടെ അടുത്താവരുത്. മനസ്സിലായോ? ജിയും ഇയും ഒരിക്കലും എന്തായാലും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആവരുത്. പക്ഷേ 4 ആൾക്കാരാണ് ടിയും ജിയും ഇടയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 4 ആൾക്കാരാകുമ്പം പിന്നെ ഇവിടെ നമ്മൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ജി പറ്റില്ല, കാരണം ജിയും ഇയും എന്താവും? ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആവും. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കാം, 1 2 3 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ജി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ ടി 1 2 3 4. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ജി വെക്കാൻ പറ്റില്ല, കാരണം ഇയുടെ അടുത്ത് ജി പാടില്ല, ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആവാൻ പാടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4. ഓക്കെ, ജി 1 2 3 4. 2 persons sit between S and G who sit at one of the extreme end. ഓക്കെ, 2 persons ആണ് എസിൻ്റെയും ജിൻ്റെയും ഉള്ളത്. 2 persons sit between S and G who sit at the extreme end. ഓക്കെ, അപ്പോൾ ജി ആണ് വൺ ഓഫ് ദ എക്സ്ട്രീം എൻഡിൽ. ഓക്കെ, അപ്പോൾ ജി ആണ് വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡിൽ. പക്ഷെ 2 ആൾക്കാരാണ് ജിൻ്റെയും എസിൻ്റെയും ഇടയിൽ, ജിൻ്റെയും എസിൻ്റെയും ഇടയിൽ. അപ്പോൾ ഇവിടെ എന്താണ്? എസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ സി. അപ്പോൾ 2 കേസസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇതൊന്ന് ക്യാൻസൽ ആവുന്നത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എസ് ആർ മോർ ദാൻ 5. അപ്പോൾ ഇവിടെ നോക്കൂ, സിയും എസും എത്ര ആൾക്കാർ വരണം? ഇതാണ് സി, ഇതാണ് സി, ഇതാണ് എസ്. സിൻ്റെയും എസിൻ്റെയും ഇടയിൽ മോർ ദാൻ 5 ആൾക്കാർ വേണം. അപ്പോൾ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ക്യാൻസലായി. അപ്പോൾ ഏതാണ് റൈറ്റ് കേസ്? ഇതാണ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, സിൻ്റെയും എസും, സി ഇതാണ്, എസ് ഇതാണ്. അപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 9 ആൾക്കാരുണ്ട്. സോ ആ കണ്ടീഷനും എന്തായി? മോർ ദാൻ 5 അല്ലേ? സിൻ്റെയും എസിൻ്റെ ഇടയിൽ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ കിട്ടി അല്ലേ? അപ്പോൾ ഇതാണ് ഡയഗ്രാം. ബി സി, പിന്നെ 1 ഇടവിട്ടിട്ട് ഇ, പിന്നെ 3 ഇടവിട്ടിട്ട് എ, പിന്നെ 1 കഴിഞ്ഞിട്ട് ടി, പിന്നെ 1 കഴിഞ്ഞിട്ട് എസ്, പിന്നെ 2 കഴിഞ്ഞിട്ട് ജി. അപ്പോൾ എക്സ്ട്രീം എൻഡിൽ 1 ബി ആണ്, അടുത്ത എക്സ്ട്രീം എൻഡിൽ ജി ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ്? 15 ആണ് അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ്, ടോട്ടൽ നമ്പർ 15 ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബേസ്ഡ് ആയിട്ട് എന്ത് വരും? സബ് ക്വസ്റ്റ്യൻസ് വരും. അതിപ്പോൾ എന്താണ്? ഈ എക്സ്ട്രീം ലെഫ്റ്റിൽ ആരാണ്, റൈറ്റിൽ ആരാണ്, ജിയുടെ സെക്കൻഡ് ലെഫ്റ്റ് അല്ലെങ്കിൽ തേർഡ് ലെഫ്റ്റ് ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഡയഗ്രാം കണ്ടിട്ട് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം
6,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മൾക്ക്. അപ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പാക്കേജസും ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മോക്ക് ടെസ്റ്റ് സീരീസും ഫ്രീ കോഴ്സസും മെയിൻസ് ലെവൽ മെയിൻസിൻ്റെ കുറേ പാക്കേജസും ഒക്കെ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് മിനിമം വേണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലും എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, സോ നാളെ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ ടിൽ ദെൻ ദിസ് ഇസ് ദീപ്തി സൈനിങ് ഓഫ് ഫ്രം ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ.